Good afternoon. Good afternoon. കുറച്ച് പേരുള്ളൂ. What happened? ഇത്ര ഉണ്ടാവാറുള്ളൂ ക്ലാസ്സിൽ? ഇതിൽ തന്നെ ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. 5-6 പേരേ ഉള്ളൂ. ഞാനും കൂടെ ചേർന്ന് 7 പേര്. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് രാഖിയും റിജോയും, അങ്ങനെ 9 പേര്. ഓക്കെ, കുഴപ്പമില്ല, ചിലപ്പോ ജോയിൻ ആവുമെന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി, ഒരാള് വന്നാലും ആള് വന്നല്ലോ, നമുക്ക് ക്ലാസ് എടുക്കണം. പക്ഷെ ആ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അന്നത്തെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ക്ലാസ്സിൽ ഷെയർ ചെയ്യുക, ബ്രീഫ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വരാൻ പറ്റാത്തവർക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് എന്തൊക്കെയാണോ അന്ന് ക്ലാസ്, അതിനെപ്പറ്റി ഒരു ബ്രീഫിങ്. അപ്പൊ അവർക്ക് അത് കാണുമ്പോൾ ആ റെക്കോർഡ് ക്ലാസ് കാണുവാണെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇത്ര അറിഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഇസ് മോണ്ടിസോറി മെത്തേഡ്, മ്യൂച്വൽ ഹെൽപ്പ്. ഓക്കെ, സോ ഞാനുള്ള പേരുകളൊന്നും വായിക്കായിരുന്നു. അപ്പൊ എല്ലാവരും എനിക്ക് കാണാൻ പറ്റും. രാജലക്ഷ്മി, അഞ്ജു, സുബിത്, അന്ന കുര്യൻ, ലിജി, ഷെൽട്ടൻ, ഹരിത ദാസ്, ജാസിം, ഹാരിസ്. ഓക്കെ ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ആരാ എന്ന പ്രെയർ? അപ്പൊ ആളുകൾ കുറയുമ്പോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കൂടും. ഷെറീന ഓൾസോ. യെസ് പ്ലീസ്. Dear God, we come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talent to make a positive impact in the world. Thank you. Thank you, ma'am. Please. I'm Lijimol. A warm welcome to our Montessori online class. First, I honestly welcome to our Jisha ma'am and then my dear friends. We are excited to be joining today's online class. Today we are all together for a new online class. Let's make most of this opportunity and enjoy this class. Thank you, ma'am. മാം തോട്ട് പറഞ്ഞോട്ടെ? പറയൂ. ഞാൻ പറയായിരുന്നു, പക്ഷെ എന്റെ മൈക്ക് മ്യൂട്ടായിരുന്നു. അത് ചോദിക്കുമായിരുന്നു. ഓക്കെ രാജലക്ഷ്മി, പ്ലീസ്. ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം ടു ബി സോൾവ്ഡ് ബട്ട് എ റിയാലിറ്റി ടു ബി എക്സ്പീരിയൻസ്ഡ്. ജീവിതം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമല്ല, പരീക്ഷിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. താങ്ക് യു മാം. ഓക്കെ ഫൈൻ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ബ്രീഫ് ചെയ്യാമോ? റെക്കോർഡ് എഴുതുന്നതിനെ പറ്റിയാ. എവിടം വരെ പറഞ്ഞു? റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് രണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും അല്ലേ കംപ്ലീറ്റ് ചെയ്തു? ഓക്കെ, അത് നിങ്ങൾ ഒരുവിധം ആവുമ്പോ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം. അപ്പൊ സെക്കൻഡും തേർഡും ഞാൻ തരാം. ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്ക് ആ കളക്ഷൻ ബുക്കിലില്ലേ ടീച്ചർ, ഇപ്പം എനിക്ക് പോയപ്പോഴത്തേക്ക് നമുക്ക് സ്കൂളില് നമ്മുടെ എക്യുപ്മെന്റ്സ്, ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു പക്ഷെ അത് കിട്ടിയത് ആദ്യം ചെയ്ത് എഴുതിയ കുഴപ്പമുണ്ടോ? ഇങ്ങനെ തന്നെ ഓർഡർ വേണമെന്നില്ല. ഇപ്പൊ കളക്ഷൻ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന തീമെല്ലാം അതിൽ വേണം. അല്ലാതെ വേറൊരു റെക്കോർഡിൽ കൊണ്ടുവന്ന് അതിന്റെ ഇടയ്ക്ക് എഴുതി വെക്കരുത്. അങ്ങനെ ചെയ്യരുത്. അതില് എന്ത് ഓർഡർ നിങ്ങൾക്ക് ഫോളോ ചെയ്യും. നോ പ്രോബ്ലം. ഓക്കെ, വേറെന്തായിരുന്നു നമ്മള് എടുത്തോണ്ടിരുന്ന ടോപ്പിക്? ഏതായിരുന്നു നമ്മുടെ ക്ലാസ് ടോപ്പിക്? എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ചോദിച്ചു. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് മുഴുവൻ ആയിരുന്നോ കഴിഞ്ഞ ക്ലാസ് മുഴുവൻ പറഞ്ഞത്? 2 ക്ലാസ്സും അതായിരുന്നു. ഓക്കെ ഫൈൻ. നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ലൈക്ക് ടോപ്പിക് എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യിച്ചു. കാരണം അത് എല്ലാവരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു കാര്യത്തിൽ അറിയണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. അതായത് സിംഗിൾ ചൈൽഡ് ആണോ അല്ലെങ്കിൽ 2 and above, ഏതാണ് ബെറ്റർ? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ഇല്ല മാം. ഓക്കെ, നിങ്ങൾക്ക്
വൺ അറ്റ് എ ടൈം. കാരണം എല്ലാവരും കൂടെ അൺമ്യൂട്ട് ചെയ്യുമ്പോഴേക്കും ആകെ ഡിസ്റ്റർബൻസ്. അപ്പൊ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് പറയാം, വാട്ടെവർ ഇറ്റ്. ശരിക്കും നമ്മൾ ഇത് ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊരു ഡിബേറ്റ് പോലെ നടത്താൻ പറ്റുന്നത്. അപ്പൊ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടോപ്പിക്കിന് ഒന്നിനോട് ആൾക്കാർ 4 ആയിരിക്കും, മറ്റൊരു ഗ്രൂപ്പ് അഗെയിൻസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ പറയുന്ന ടോപ്പിക് എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും. പക്ഷെ നമുക്ക് ഡിബേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടീമായിട്ടാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഡിബേറ്റ് ഇച്ചിരി പാടായിരിക്കും. സോ ഡിസ്കഷൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാട് ഒക്കെ ഷെയർ ചെയ്യുക. സോ പ്ലീസ്. ടോപ്പിക് മനസ്സിലായല്ലോ? സിംഗിൾ ചൈൽഡ് ആണോ ബെറ്റർ, അതോ 2 and above, 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഏതാണ് ബെറ്റർ? എന്റെ അഭിപ്രായത്തിൽ 2 and above ആണ് നല്ലത്. കാരണം സിംഗിൾ ചൈൽഡ് ആയിട്ട് നമ്മളൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആൾക്ക് സ്നേഹമെല്ലാം അതിനായിട്ട് കിട്ടണം എന്നുള്ള ഒരു വാശിയും ഷെയറിങ് മെന്റാലിറ്റി ഒന്നും അവർക്ക് കാണത്തില്ല. ഇപ്പൊ എന്റെ കാര്യം എടുത്തല്ല, എന്റെ ഇളയ ആള് വന്നത് മൂത്ത ആളിന് 7 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇളയാൾ ആയത്. അപ്പോൾ തന്നെ ആൾക്ക് ഇത്തിരി ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നു. കാരണം ഇവളെ കുറച്ചുകൂടെ കെയർ ചെയ്യുമ്പോഴും എല്ലാം. അപ്പം നമ്മളിപ്പം സിബ്ലിങ്സ് ഉണ്ടാവുമ്പോഴത്തേക്ക് അവർക്ക് പരസ്പരം ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മളിപ്പം പറയില്ലേ, നമുക്ക് എത്ര ബന്ധത്തില് സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അവരവർക്കുണ്ടെങ്കിൽ അവരവർക്കത് ഗുണം ചെയ്യുന്നു പറയുന്ന പോലെ അവരവർക്ക് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം ടീച്ചറെ. ഓക്കെ, സോ അഞ്ജുവിന്റെ അഭിപ്രായം പേഴ്സണലി ഉള്ള കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. എനിവൺ എൽസ്? ഫസ്റ്റ് ഓഫ് ഓൾ മാം, ഞാൻ ഒറ്റ മോളാണ്. അച്ഛനും അമ്മയ്ക്കും 2 പേരും ഇപ്പൊ ഇല്ല, മരിച്ചു. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്കൊരു സഹോദരനോ സഹോദരിയോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിനോ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്തെങ്കിലും പറയാനായിട്ടൊരു ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മള് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനി. ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട് രാജലക്ഷ്മി. ഓക്കെ ഓക്കെ. രാജലക്ഷ്മി സ്വന്തം ആ ഒരു ശരിക്കും ഉള്ളിൽ നിന്ന് പറയുമായിരുന്നല്ലേ, ആ ഒരു ഒറ്റയ്ക്കായി പോയതിന്റെ. ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായേനെ എന്നുള്ള കാര്യം. ഓക്കെ, പ്ലീസ്. വി ഓൾ ആർ ഹിയർ. രാജലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എവിടേക്കോ നമ്മുടെ ലോകത്തിന്റെ പല പല മൂലയിലായിരിക്കാം നമ്മൾ. അതിലൊരു വി ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവണം ഈ ഒരു എൻവിയോൺമെന്റിൽ. നമ്മൾ പരസ്പരം അറിഞ്ഞും എല്ലാം. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഒറ്റക്കുട്ടി എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോ ജസ്റ്റിഫൈ ചെയ്യാം. ഒരാളാകുമ്പോൾ എല്ലാം ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. നല്ല എഡ്യൂക്കേഷൻ, നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. 2 അതിൽ കൂടുതൽ വരുമ്പോ ഈ വരുന്ന റിസോഴ്സസ് മുഴുവനും ഡിവൈഡ് ചെയ്തു പോകും അല്ലെ, അങ്ങനെയും ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ 2 അതിൽ കൂടുതൽ പേരുള്ള ചില കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കേസസ്, എല്ലാവരുടെയും കാര്യത്തിലല്ല, സ്വത്തിന് വേണ്ടി തമ്മിൽ തല്ലുന്ന കൂടപ്പിറപ്പുകൾ അല്ലെ, കേസ് കൊടുക്കുന്നു, ഭയങ്കര പ്രശ്നമാകുന്നു, അങ്ങനെ ഭയങ്കര ലീഗൽ ഇതിലേക്ക് പോയി ആകെ ഭയങ്കര ബുദ്ധിമുട്ട്. അതും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ നടക്കുന്നുണ്ട്, അവര് വേദനിക്കുന്നത് കാണാൻ പറ്റും. അവര് മരിച്ചു കഴിയുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ നമുക്ക് എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പേടിയാണ്. പിന്നെ ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോ ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിൽ കുട്ടി പലപ്പോഴും ഷെയറിങ്, ആ ഒരു കാര്യം ഒറ്റ കുട്ടികളിൽ പലപ്പോഴും പല കേസസിലും അങ്ങനെ കണ്ടുവരാറില്ല. എന്റെ ഹസ്ബൻഡ് ഒറ്റ സിംഗിൾ സണ്ണാണ്. അങ്ങനെ ഒരു പ്രശ്നം ആളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ കല്യാണം കഴിക്കുന്നവരെ ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ 27 ആ ഒരു ഇയർ ആയ സമയം, ആ ഒരു ടൈമിലും ആൾക്ക് അങ്ങനെ ഒരു കാര്യമില്ല, ഈ ഷെയറിംഗ് എന്നുള്ളൊരു പരിപാടിയില്ല. ബട്ട് എന്ന് വെച്ചാൽ സെൽഫിഷ് അല്ലായിരുന്നു കേട്ടോ ആള്. എല്ലാം എനിക്ക് വേണം ആ ഒരു ചിന്തയും ഇല്ല. പക്ഷെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളത് അറിയില്ലാത്ത ഒരു അവസ്ഥ, ഇത്രയും മെച്യൂർ ആയിട്ടും അറിയില്ലാത്തൊരവസ്ഥ. അപ്പൊ നമ്മള് ലൈഫ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു.
അപ്പം ഒരിക്കലും അങ്ങനെ ഒരു മെച്യൂർ ആയ ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് തിരുത്തുന്ന പ്രായമല്ലല്ലോ. പിന്നെ കാണാൻ തുടങ്ങി, ലൈക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങള്, മക്കള് രണ്ടുപേരും ഉണ്ടായി കഴിഞ്ഞപ്പോ അവര് തമ്മിലുള്ളതൊക്കെ കണ്ടു കഴിയുമ്പോ ആൾക്ക് മാറ്റം വന്നു. പക്ഷെ കുറെ വർഷങ്ങൾ എടുക്കേണ്ട വന്നു അല്ലെ. അങ്ങനെയും സംഭവിക്കാം. പിന്നെ പിന്നെ ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ ഐ വാസ് റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ. ഞാൻ ഓട്ടത്തിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹസ്ബൻഡിന് ആ സമയത്ത് പനി പിടിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയത് കാരണം ആൾക്ക് വരാൻ പറ്റാത്ത കാരണം ഞാൻ ഓടുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഹസ്ബൻഡിന് ഒരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു സപ്പോർട്ട് ആവുമായിരുന്നു. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ ആയിരുന്നു എന്ന് പറയുന്നത്. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, എന്റെ താഴെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ അല്ലെങ്കിൽ കൂടിയും ചേച്ചിയുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ചേച്ചി പാലക്കാടാണ്. ബ്രദർ പക്ഷേ ഒരു 10 years ബാക്ക് മരിച്ചുപോയി. സുഖമില്ലാതായിട്ട് അങ്ങനെ മരിക്കുകയായിരുന്നു. ലൈക്ക് ഞങ്ങൾ 3 പേരുമായിരുന്നപ്പം നല്ല രസമായിട്ട് ഞങ്ങളുടെ ലൈഫ്, വഴക്കുകളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ പിണക്കങ്ങൾ എന്നല്ലാതെ ഭയങ്കര സീരിയസ് ഇഷ്യൂസ് ഒരു രീതിയിലും നമ്മുടെ പാരന്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവൻ നഷ്ടപ്പെട്ടതായിരുന്നു ഒരു ഭയങ്കര ഒരു വേദന. അത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ആ ഒരു നഷ്ടം നമുക്കിങ്ങനെ നമുക്കത് നമ്മളത് ഹോണ്ട് ചെയ്യുവാണ് എപ്പോഴും അല്ലെ. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നപ്പോ ഉള്ളതല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതങ്ങനെ ഒരു സൈഡ്. 3 പേരുണ്ടായിട്ടും പാതി വഴിയിൽ നഷ്ടപ്പെട്ട ഒരവസ്ഥ. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോന്നിനും ഒരു പ്ലസ് മൈനസ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, 2 കുട്ടികളെ അപ്ബ്രിങ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ 3 പേര് ആയിക്കോട്ടെ, നമ്മൾക്ക് പാരന്റ്സ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പാരന്റ്സ് അവർക്ക് 2 പേരാണെങ്കിൽ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേരാണെങ്കിൽ 3 പേർക്കും വേണ്ടുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അല്ലെ കുട്ടികള് എന്ന് പറയുമ്പോൾ അവർക്ക് ശരിയായ രീതിയിലുള്ള എല്ലാവരുടെ ബേസിക് നീഡ്സ് എല്ലാം നടക്കണം അല്ലെ. ഭക്ഷണം, വസ്ത്രം, അവർക്ക് സുരക്ഷിതമായ ഒരു താമസ സ്ഥലം, പിന്നെ അവർ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇത് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എത്ര കുട്ടികളാണെങ്കിലും അവർ വലുതാവുമ്പോഴും അവരുടെ നീഡ്സ് ചിലത് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം അത് പാരന്റ്സ് തന്നെ വിചാരിക്കണം. ബട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത്, അതുകൊണ്ട് ചിലര് പറയും ഞങ്ങൾക്ക് ഒരു കുട്ടി മതി, അതിന് പ്രൊവൈഡ് അതിന് എല്ലാം കൊടുക്കാലോ എന്ന് പറയും. ആയിക്കോട്ടെ, അതും അവരുടെ ഒരു പേഴ്സണൽ അവരുടെ ഒരു സ്വാതന്ത്ര്യം. പക്ഷേ അങ്ങനെ ഒരു കുട്ടി മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സംഭവ രണ്ടാമതൊരു കുട്ടിയെ ആ ഒരു പാരന്റിലെ മദർ പ്രഗ്നന്റ് ആവുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. അത് ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ അത് ഞാൻ അതിനെ സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി പാരന്റ്സിന് വേണം. അതിനെ വേണ്ടാന്ന് വെക്കുന്നത് അത് ശരിയായ ഒരു പാരന്റിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ വെദർ. ഞാനൊരു മൂവി കണ്ടപ്പോ എനിക്ക് അതിനകത്തുനിന്ന് ഒരു റോങ് മെസ്സേജ് വന്നു തോന്നി. സാറാന്ന് പറഞ്ഞൊരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ടും ഫോറായിട്ടും ഒക്കെ അങ്ങനെ ഒക്കെ പറഞ്ഞു. കാരണം ആ കുട്ടി കരിയറിന് വേണ്ടിയിട്ട് ആ ബേബിയെ വേണ്ടാന്ന് വെക്കുന്നത് അതൊട്ടും എനിക്കിങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിന് പല പല രീതിയിലുള്ള പ്രിക്വേഷൻസ് എടുക്കാമായിരുന്നു അല്ലെ. ആ രീതിയിൽ ചെയ്യായിരുന്നു. അത് കുട്ടിയായിട്ട് അതിനെ വേണ്ടാന്ന് വെക്കുന്നത് അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ അതിനോട് ഇറ്റ്സ് നോട്ട് ഡൺ, അതിനോട് ഞാൻ അഗെയിൻസ്റ്റ് ആണ്. അതല്ല, എനിക്ക് ഒരു കുട്ടി മതി, ആ കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം എനിക്ക് ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എന്റെ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്കൊരു കുട്ടിയാണ് നോക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അടുത്ത കുട്ടി ഉണ്ടാകാതിരിക്കാനുള്ള പ്ലാനിങ് അവർ പ്രോപ്പറായിട്ട് ചെയ്യണം. അല്ലാതെ കുട്ടി ആയി കഴിഞ്ഞിട്ട് അതിനെ വേണ്ടാന്ന് വെക്കുന്നത് ശരിയായ രീതി എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, ഓക്കെ. ദെൻ നമ്മള് ലാസ്റ്റ് എവിടെയായിരുന്നു, ഏത് ടോപ്പിക് ആയിരുന്നു നമ്മുടെ ക്ലാസ്സിന്റെ എന്നുള്ളത് ഒന്ന് പറയാമോ? ഞാൻ അത് മുകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം. Yes, please. MT12 അല്ലേ നിങ്ങൾ ബാച്ച്? ഞാൻ നോക്കട്ടെ. ഡിഫറെന്റ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു. റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്. അതിന് മുൻപുള്ള ക്ലാസ് ഡെവലപ്മെന്റ് സ്റ്റേജസ് എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിരുന്നോ?
PDF അല്ലേ ടീച്ചറെ? അതെ, PDF അല്ല, ഒരു ലിങ്ക് ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ അതിന്റെ മുന്നിലത്തെ ക്ലാസ്സിൽ അത് തന്നെയാ പറഞ്ഞത്. ലിങ്ക് ആയിട്ടില്ല മാം. PFAയുടെ PDF മാത്രമേ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തുള്ളൂ. ആ ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ, ലിങ്ക് തന്നെ പറഞ്ഞേക്കാട്ടോ. PFA അതിന് മുന്നിലത്തെ ക്ലാസ്സിൽ എടുത്തു. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കഴിഞ്ഞിട്ടല്ലേ PFA എടുത്തത്? ഓക്കെ, ഫൈൻ. എനിക്ക് മറ്റു ടീച്ചേഴ്സ് ഏത് യൂണിറ്റ് ആണെന്നൊന്ന് പറയൂ, എന്നാലും ഞാൻ ഏതെടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവും. യെസ്, ഞാൻ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ രാഖിയോട് പറയാം. അശ്വതി മിസ് ഏതാ എടുത്തോണ്ടിരുന്നേ? സ്കൂൾ മാനേജ്മെന്റ്. ഓക്കെ, ഓ പാർട്ട് 4 ആയല്ലേ? 4. ഓക്കെ, അപർണ മിസ്സോ? മറ്റേ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഫൈൻ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലക്ച്വൽ, നമ്മുടെ ബുദ്ധി വികാസം, മാനസിക വളർച്ച എല്ലാം അതുമായിട്ട് കണക്റ്റഡ് ആണ്. ആ പാർട്ട് 2 ഏതൊക്കെ ലെസൺസ് ആയി എന്നൊന്ന് പറയാം. ഇനി 6, 7, 10. ഓക്കെ, ഇപ്പൊ 6ഉം 7ഉം ഞാനായിരിക്കും എടുക്കുന്നത്. സോ സൈക്കോളജി പാർട്ട്. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരുന്നത്? മാനസികമായിട്ടുള്ള പണ്ടത്തെ കാലത്ത്, ഒരു പക്ഷേ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത്, ആ ഒരു ടൈമില് സൈക്കോളജി അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ മാനസിക രോഗമുണ്ട്, ആ ഒരു സ്റ്റിഗ്മയായിരുന്നു അല്ലെ? ആളുകളൊക്കെ ആ ഒരു രീതിയിലായിരുന്നു കാണുന്നത്. പക്ഷെ ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട്. പോസിറ്റീവായ ആളുകൾ സൈക്കോളജിയെ അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ ലോകത്ത് ഇപ്പൊ ഒത്തിരി സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സാണ് എല്ലാവർക്കും അല്ലെ? കുട്ടികൾക്ക്, പല പ്രൊഫഷനിലുള്ളവർക്ക് അല്ലെ, എല്ലാ ഫീൽഡിലുള്ളവർക്കും സ്ട്രെസ്സാണ്. ജോലിയുടെ ടെൻഷൻ, വീട്ടിലെ പ്രശ്നങ്ങള്, അങ്ങനെ പല രീതിയിലും. ടീച്ചർമാർക്ക്, പിന്നെ നമുക്കറിയാം ക്രിക്കറ്റ് പ്ലെയേഴ്സിന്, അതുപോലെ എന്തെങ്കിലും ഗെയിംസ്, അത്ലറ്റിക്സ്, അതിലൊക്കെ മുൻനിരയിൽ നിൽക്കണം എല്ലാവർക്കും എന്ത് തന്നെയാണെങ്കിലും സ്ട്രെസ്സാണ്. ഒരു മാച്ച് നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്ലെയേഴ്സ് എല്ലാം ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറെ അവരെ ഡെഫിനറ്റ്ലി പോയി കണ്ട് ഇരിക്കും. കാരണം അവരുടെ ആ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട്. കാരണം അവർക്ക് ആ സ്ട്രെസ്സിൽ അവർക്ക് പോയിട്ട് മാച്ച് കളിക്കാൻ പറ്റില്ല. കാരണം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മാച്ച് ആയിരിക്കും അല്ലെ? അപ്പൊ അത്രയും ആളുകളുടെ പ്രതീക്ഷ, ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹെഡേക്ക് ആയിരിക്കും. ഇവർക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് ആ മാച്ച് അവർക്ക് നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില തെറാപ്പി സെഷൻസ് എടുക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആളുകൾ പോകുന്നത്. നമുക്കറിയാം ഇപ്പൊ കുട്ടികള് മെയിൻ എക്സാംസ് ഫേസ് ചെയ്യുമ്പോൾ, SLC ആണെങ്കിലും +2 ആണെങ്കിലും മെയിൻ എക്സാംസിനൊക്കെ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്കും അങ്ങനെ സെഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ? അവരെ എക്സാം പേടിയില്ലാതെ, എക്സാം റിലാക്സ് ആയിട്ട് നിന്ന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന സെഷൻസ് കൊടുക്കാറുണ്ട്. ഓരോ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടീച്ചേഴ്സിന് സെഷൻസ് കൊടുക്കാറുണ്ട്. കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം അല്ലെ? അങ്ങനെ പല രീതിയിൽ. അപ്പൊ അതാണ് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ്. അത് വളരെ പോസിറ്റീവായിട്ട് അപ്ലിക്കേഷൻ, പോസിറ്റീവായിട്ടുള്ള അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നു. സൈക്കോളജി അപ്പൊ ശരിക്കും എന്താ പറയുക, ഒരു മനസ്സിന്റെ അതുപോലെ തന്നെ ബിഹേവിയർ, പെരുമാറ്റം അല്ലെ, അതിന്റെ രണ്ടിന്റെയും സ്റ്റഡി തന്നെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്ട് അല്ലെ? ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്തിന്റെ സ്റ്റഡി? മൈൻഡ് ആൻഡ് ബിഹേവിയർ. നോക്കാം. അപ്പൊ നിങ്ങൾ എന്തിനാ സൈക്കോളജി പഠിക്കുന്നത്? കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചറുടെ
സൈക്കോളജി എന്തിനാ നമ്മൾ പഠിക്കുന്നത്? കുട്ടികളുടെ മാനസികമായിട്ടുള്ള രീതി അറിഞ്ഞ് നമ്മൾ അവരടുത്ത് പെരുമാറാനും ശ്രമിക്കാൻ വേണ്ടി. അതെ, നമുക്ക് മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങള് അവരുടെ പല ബിഹേവിയറൽ ചേഞ്ചസ്, അവർക്ക് പല പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും ആ കുഞ്ഞുങ്ങൾക്ക്. അതൊക്കെ മനസ്സിലാക്കി അവരുടെ തിങ്കിങ്, അവരുടെ ഫീലിംഗ്, അവരുടെ ആക്ഷൻസ് ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് ഏബിൾ ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്. ഇതുപോലുള്ള ഏത് കോഴ്സുകൾക്കും, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഏത് കോഴ്സ് ചെയ്യുന്നവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ആ സിലബസിൽ ഉണ്ടാകും സൈക്കോളജി. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അത് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ് ആണ്, 7th യൂണിറ്റ്. സോ യൂണിറ്റ് 6 സൈക്കോളജി. സൈക്കോളജി പഠിക്കുമ്പോൾ കുറെ ഇതിന്റെ ഫൗണ്ടർ, സൈക്കോ അനാലിസ്റ്റുകള്, പല പ്രമുഖരായ സൈക്കോളജിസ്റ്റ്, ഇവരുടെയൊക്കെ ബുക്സ് ഒക്കെ വായിക്കാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് അവരെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അവരെ പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോളജി പഠിക്കുന്ന ഏതൊരു കുട്ടി ആരും റെഫർ ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അനാലിസിസ് ആണ്. അദ്ദേഹത്തിനെ സൈക്കോ അനാലിസിസിന്റെ ഫൗണ്ടർ ആയിട്ട് പറയും. നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻസ്, ഒബ്സർവേഷൻസ് പറഞ്ഞു. അദ്ദേഹം കുട്ടിയുടെ ഡെവലപ്മെന്റ്, ചൈൽഡ് ഡെവലപ്മെന്റിനെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ അനാലിസിസ്, ആ ഒരു രീതിയിലാണ് അദ്ദേഹം അനലൈസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്, ആൻ ഫ്രോയിഡ്. അവരും ഫേമസ് തന്നെയാണ്. സിഗ്മണ്ട് ഫ്രോയിഡും ആൻ ഫ്രോയിഡും കൂടി മനുഷ്യരിലെ ഡിഫൻസ് മെക്കാനിസം, ലൈക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം അല്ല, മെന്റലി നമ്മൾ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് വളരെയധികം ഒബ്സർവേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ലെസൺ തന്നെയുണ്ട് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചിട്ട്. അത് മെന്റലി നമ്മൾ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. അതൊരു സൈക്കോളജിക്കൽ പാർട്ടാണ്. ചെറിയൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരാള് നമ്മളുടെ അടുത്ത് ഭയങ്കര വഴക്കുണ്ടാക്കാനായിട്ട് ഷൗട്ട് ചെയ്ത് വരുന്നു. നമ്മൾ വളരെ സബ്മിസീവായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ഒരു വിഡ്രോവൽ അല്ലെ, ദാറ്റ്സ് എ ഡിഫൻസ് മെക്കാനിസം. നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അത് ഒരു നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വിഡ്രോവൽ എന്നുള്ള ഡിഫൻസ് മെക്കാനിസം വളരെ നല്ലതാണ് അല്ലെ. അവിടെ ഒരു വഴക്കൊഴിവായി, അതൊരു പോസിറ്റീവ് കാര്യമാണ്. പക്ഷെ അതേസമയം ചില ആളുകൾ റെസ്പോൺസിബിലിറ്റീസ്, പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പേടി കാരണം അത് വിഡ്രോ ചെയ്യുന്നുണ്ട്. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസിന്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ തന്നെ വേണം. ഫേസ് ചെയ്താൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കണം, നമ്മൾ ശ്രമിക്കണം, സോൾവ് ചെയ്യാൻ പറ്റണം നമുക്ക്. പക്ഷെ അത് ചെയ്യാതെ ആളുകൾ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു കേസുണ്ട്. അതും വിഡ്രോവൽ തന്നെയാണ്, പക്ഷെ അതൊരു നെഗറ്റീവ് ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. പക്ഷെ അതേസമയം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വഴിമാറും. അപ്പൊ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ഒരു നല്ല ഡിഫൻസ് മെക്കാനിസം ആണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോളജിയെ കുറിച്ച്, സൈക്കോളജിയുടെ ഫൗണ്ടർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. വേറെയും പല ആളുകളുണ്ട്, ജോഫ്രി ഹിൻറ്റൺ, ലൂയിസ് ബേറ്റ്സ്, വില്യം ജെയിംസ്, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട് സൈക്കോളജിയിലെ ഫേമസ് കുറെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുള്ളവർ. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാം. The word psychology comes from the Greek word where psych means soul and the logos means science. Thus, the meaning of psychology is the science of soul. Modern theories and practices of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now it has different wings and many researches and creations are still being in progress. Psychology is usually defined as the study of human behavior. Some psychologists have gone a step forward. They say that psychology is the science of behavior and cognitive progress. Those who work in the field of education are
concerned with educational psychology, which is the application of psychological principles of education. It can be called applied psychology. All the teachers learn educational psychology as a part of their training course. ഓക്കെ, സൈക്കോളജിയുടെ ഒരു ഒറിജിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. സൈക്കോളജിയെ പറ്റി കൂടുതൽ നമ്മൾ വായിക്കുകയൊക്കെയാണ്. നമ്മളുടെ ഈ കണ്ടന്റിൽ വളരെ കുറച്ചേ വരുന്നുള്ളൂ. നമ്മളിതിൽ പല കാര്യങ്ങളും കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തെങ്കിലും പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. സൈക്കോളജി ശരിക്കും ഒരു സയൻസ് ആണ്. മൈൻഡ് ആൻഡ് ബിഹേവിയർ അതിന്റെ സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്താ ബിഹേവിയറും ഹാബിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്? ബിഹേവിയർ പറയുമ്പോൾ പെരുമാറ്റം, ഹാബിറ്റ് നമ്മുടെ ശീലങ്ങൾ. അതെ, സ്മോക്കിംഗ് ഈസ് എ ഹാബിറ്റ്, നെയിൽ ബൈറ്റിംഗ് ഈസ് എ ഹാബിറ്റ്. നമ്മുടെ റൊട്ടീന്റെ ഒരു ഭാഗമായി മാറുന്ന ഹാബിറ്റ്സ്. ചിലർക്ക് രാവിലെ നല്ല ചൂട് ചായയും അതിന്റെ ഒപ്പം ന്യൂസ് പേപ്പറും കിട്ടണം എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നു. രാവിലെ നടക്കാൻ പോകുന്നു, ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. ഈവനിങ് നടക്കാൻ പോകുന്നു, ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. എവറി ഡേ ഇരുന്ന് 10 മിനിറ്റ് യോഗ ചെയ്യുന്നു അല്ലെങ്കിൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു, ദാറ്റ്സ് എ ഹാബിറ്റ് അല്ലെ? അപ്പൊ ഗുഡ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ബിഹേവിയർ, ഓക്കെ, ഞാനിപ്പോ ഈ ക്ലാസ് റൂമിൽ വന്ന് എന്റെ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് അറിയാം. അതേസമയം ഞാൻ എന്റെ വീട്ടില് കുട്ടികളോട് ഒരു വേറെ രീതിയായിരിക്കും, ഹസ്ബൻഡിനോട് ഒരു രീതിയായിരിക്കും, എന്റെ നൈബറോഡിലുള്ളവരോട് ഒരു രീതിയായിരിക്കും അല്ലെ? എന്റെ ചേച്ചിയെ കാണുമ്പോൾ ഒരു രീതിയായിരിക്കും, എന്റെ പാരന്റ്സിനെ കാണുമ്പോൾ, ലൈക്ക് എന്റെ ഇൻലോസിനെ കാണും. അപ്പൊ നമ്മളുടെ ബിഹേവിയർ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ശരിയാണ്. നമ്മള് ബിഹേവിയറൽ ഇഷ്യൂസ് എന്ന് പറയും അല്ലെ? ഒരാളെ വളരെ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറുന്ന കാണുന്നു, ഇതുവരെയും അയാൾ അങ്ങനെ പെരുമാറി കണ്ടിട്ടില്ല. സോ എന്തോ ഒരു ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട് എന്ന് നമ്മൾ പറയും. അതുപോലെ കുട്ടികളുടെ എന്തെങ്കിലും പറയണ്ടോ? ഹാൻഡ് റൈസ് കണ്ടോണ്ട് ചോദിച്ചാണേ. പറയാനില്ല. ഓക്കെ, കുട്ടികളുടെ ഈ ബിഹേവിയറിൽ ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഒബ്സർവ് ചെയ്യാൻ തന്നെ വേണം. കാരണം എന്തുകൊണ്ട് അവരുടെ ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു? ഇന്നലെ നല്ല ഹാപ്പിയായി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയ കുട്ടി ഇന്ന് വന്നപ്പോ ഭയങ്കര മൂഡിയാണ്. സോ സംതിങ് ഹാപ്പൻഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അതുപോലെ കുഞ്ഞുങ്ങളോട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ വളരെ പ്ലീസിങ് ആയിരിക്കണം. അത്രയും ചെറിയ ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത് അല്ലെ? വളരെ ഇന്നസെന്റ്, നിഷ്കളങ്കരായവരെ, പ്യുവർ സോൾസ്. ആ പ്യുവർ സോൾസിനെ മാനേജ് ചെയ്യുന്ന നമ്മളുടെ ഹാർട്ടും അതുപോലെ പ്യൂരിഫൈഡ് ആയിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിറയെ ദേഷ്യവും സങ്കടവും കുശുമ്പും ഒക്കെ നിറച്ചു വെച്ച് ആരോടെ വഴക്കിട്ടതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് അവരോട് ചെയ്യുന്ന ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഹാർട്ട് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ശരിയാണ്, നമ്മുടെ ചുറ്റും പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ ബുദ്ധിമുട്ടിക്കുണ്ടാവും. ബട്ട് നമുക്ക് പ്യൂരിഫൈഡ് ആകാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സിൽ എപ്പോഴും പറയുന്നത് എവറി ഡേ പ്രാക്ടീസ് മെഡിറ്റേഷൻ. ദിവസവും നിങ്ങൾ ഒരു അല്പസമയം മെഡിറ്റേഷൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഇപ്പം എന്തെങ്കിലും ഒരു റിലീജിയസ് ബിലീഫ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പ്രയറിന്റെ ഒപ്പം തന്നെ മതി, ദാറ്റ്സ് എനഫ്. അതല്ല, അത് നമ്മുടെ ഹാർട്ട് ഒന്ന് പ്യൂരിഫൈ ആകാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ള വേസ്റ്റ് ബിൻ അല്ലല്ലോ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത്. ഫുൾ അടിച്ചു തൂത്ത് കളയുക. അപ്പൊ അങ്ങനെ പ്യൂരിഫൈഡ് ഹാർട്ടുമായിട്ടായിരിക്കണം ഈ കുട്ടികളുടെ മുന്നിലേക്ക് പോകാനായിട്ട്. എന്റെ മോൻ പണ്ട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കണം. അവന് ഏതെങ്കിലും ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ അവരെ കാണുന്നത് തന്നെ. അപ്പൊ ദിവസവും സ്കൂളിലെ വിശേഷങ്ങൾ എന്ന് പറയും, കുഞ്ഞു ക്ലാസ്സിലേ തുടങ്ങിയിട്ട്. അപ്പോ 9ാം ക്ലാസ്സിലായിട്ട് UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ അങ്ങനെ ഏതോ ഒരു ക്ലാസ്സിലാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏതൊരു ടീച്ചറെ ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഇന്ന് മിസ് ചിരിച്ചില്ല, മിസ്സിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു UKG അല്ലെങ്കിൽ ആ ഒരു ഏജിൽ വന്ന ഒരു കുട്ടി ടീച്ചറെ എത്ര ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടീച്ചർ ചിരിക്കാതിരുന്നത് അവന്റെ കുഞ്ഞു മനസ്സിനെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുമ്പോഴും നമ്മള് കുട്ടികളോട് വളരെ പ്ലീസിങ് ആയിരിക്കണം. കാരണം അവർക്ക് അതാണ് അവർക്ക് ഇഷ്ടം. ഇങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോഴും 9ാം ക്ലാസ്സിലായിട്ടും ആ കുഞ്ഞു പ്രായം തുടങ്ങി ഇപ്പോഴും അവൻ എന്നോട് പറയും, അമ്മ ചിരിക്കും, അമ്മ ചിരിക്കും.
കാരണം അവർക്ക് അതാണ് ഇഷ്ടം. അവർക്ക് നമ്മൾ വളരെ പ്ലീസിങ് ആയിട്ടിരിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന് ഒറ്റ മോനാണേ, നിങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാ. അപ്പോ ഈ മോൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള മോനായിട്ട്. ഇപ്പൊ 10th അവൻ. ഇവന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി റഫ് ആൻഡ് ടഫ്. അധികം ആരോടും ഇങ്ങനെ ഒട്ടും പ്ലസന്റ് അല്ല അവര്. ആരോടും സ്നേഹത്തോടെയോ സന്തോഷത്തോടു കൂടി അവര് സംസാരിക്കില്ല. അത് അവന് ഭയങ്കര സങ്കടം. അവനത് എപ്പോഴും അവന്റെ അമ്മയോട് പറയും, അമ്മയ്ക്കൊന്ന് ചിരിച്ച് സംസാരിച്ചാൽ എന്താ. അവന്റെ അച്ഛനാണ് എന്റെ ഫ്രണ്ട്. പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനെ പറയേ, അവന്റെ പാവം, അവൻ എപ്പോഴും പറയും അമ്മയ്ക്കൊന്ന് ചിരിച്ച് സംസാരിച്ചാൽ എന്താന്ന് എപ്പോഴും ചോദിക്കും. ബട്ട് ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴും ഷീ ഈസ് നോട്ട് റെഡി ടു ആക്ട് ലൈക്ക് ദാറ്റ്. അവരതുപോലെ ചെയ്യാൻ അവര് തയ്യാറാവണില്ല. അപ്പൊ അത് ആ കുട്ടിക്ക് ഭയങ്കര വേദനയാണ്. അവന്റെ കുഞ്ഞു നാളിലെ തുടങ്ങി അവൻ കാണുന്ന അമ്മ ചിരിക്കാത്ത ഒരമ്മ. അപ്പൊ ഒരു ചിരി എന്ന് പറയുന്ന ആ ഒരു സ്മൈൽ, നമ്മളുടെ മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ കുഞ്ഞുങ്ങളിൽ എന്തോ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം. അതൊന്നും നമ്മൾ വളരെ പ്ലീസിങ് ആയിരിക്കണം കുട്ടികളുടെ അടുത്ത്. അത് ഫ്രം അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണമെന്നാണ് ശരിക്കും. അപ്പോഴാണ് അതിന് ഭംഗി കൂടുള്ളൂ. അപ്പൊ അത് ഒരു കുഞ്ഞിനെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മുടെ ബിഹേവിയറും അവരെ ബാധിക്കുന്നത്. നമ്മളും പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മളും റെഡി ആയിരിക്കണം, നമ്മൾ പ്യൂരിഫൈഡ് ആയിരിക്കണം. ആ ഒരു ആവശ്യമില്ലാത്ത നെഗറ്റീവ് ന്യൂട്രിയൻസ്, അതായത് ഇങ്ങനെ ദേഷ്യം, വിരോധം, അങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കാതെ അത് മുഴുവൻ പുറത്തേക്ക് കളഞ്ഞു വേണം നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ. സൈക്കോളജി ഒറിജിൻ പറഞ്ഞു, ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. സൈക്ക് ലോഗോസ് എന്ന സോളിന് മീൻ വരുന്ന സൈക്ക്, ലോഗോസ് മീൻ സയൻസ് മീൻ വരുന്ന ലോഗോസ്. ഈ രണ്ട് വാക്കിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായത്. ദാറ്റ് ഇസ് സയൻസ് ഓഫ് സോൾ. ഇറ്റ്സ് എ ഫാക്ട്. സയന്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്റ്റ് ആണ് അല്ലെ, സത്യമായ കാര്യമാണ്. ഇങ്ങനെ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ കുറെ തിയറീസും പ്രാക്ടീസും ഒക്കെ ഉണ്ട്. അതെല്ലാം സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. പിന്നെ മറ്റ് പല ബ്രാഞ്ചസ് പോലെ തന്നെ സൈക്കോളജിക്കും ഒരു ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററി തന്നെയുണ്ട്. പിന്നെ സൈക്കോളജി വളരെയധികം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ബ്രാഞ്ച് തന്നെയാണ്. അതിന് ഇഷ്ടം പോലെ വിങ്സുകളുണ്ട്. പല പല ബ്രാഞ്ചസ് ഉണ്ട് സൈക്കോളജിയിൽ. എഡ്യൂക്കേഷണൽ സൈക്കോളജി അതിൽ എൻ്റെ ഒരു ബ്രാഞ്ചാണ്. ക്ലിനിക്കൽ സൈക്കോളജി ഇസ് ദർ, ഡെവലപ്മെന്റൽ സൈക്കോളജി ഇസ് ദർ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എൻറ്റയർ ലൈഫ് സ്പാനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഡെവലപ്മെന്റ്, അതിനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് സൈക്കോളജി. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പല സൈക്കോ അനാലിസ്റ്റുകളും ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്, അവൻ അഡൽട്ട് ആകുന്നത് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആകുന്നത് വരെയുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞു പോയില്ലേ. പിയാജറ്റ് പറഞ്ഞു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അതിന്റെ തിയറി. അദ്ദേഹം 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പറഞ്ഞത്. എറിക് എറിക്സൺ അല്ലെ, അദ്ദേഹം 8 സ്റ്റേജ് ആയി ഡിവൈഡ് ചെയ്തു, ബർത്ത് തുടങ്ങിയിട്ട് ഡെത്ത് വരെ. ബെൻഡോസ്കിയും അതുപോലെ തന്നെ രണ്ടുപേരും സോഷ്യലൈസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞത്. ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ മറ്റുള്ളവരെ ബേർത്ത് തുടങ്ങി ഇത്ര ഒരു പീരീഡ് വരെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബേർത്ത് തുടങ്ങി ഡെത്ത് വരെ എന്ന് പറഞ്ഞപ്പോ ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുന്നത് വോം ടു ടോം, വോം അമ്മയുടെ ഗർഭപാത്രം, അവിടെ ആ ഒരു കൺസെപ്ഷൻ നടക്കുന്ന സമയം തുടങ്ങി ആ ജീവന്റെ തുടിപ്പ്, പാരന്റ്സ് തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ഒരു ജീവന്റെ തുടിപ്പ് അവിടെ ഫോം ചെയ്യുന്ന ഒരു ഭ്രൂണം അവിടെ ഫോം ചെയ്യുന്ന ആ ടൈം തുടങ്ങി വോമ്പിൽ നിന്ന് ഗർഭപാത്രം തുടങ്ങി ടോപ്പ് ശവകുടീരം വരെയുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ ജേണിയെ കുറിച്ചാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി പറയുന്നത്. അപ്പൊ അത് എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു മനുഷ്യന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ശരീരത്തിന്റെ അതിന്റെ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബുദ്ധി, മാനസിക വികാസം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, അങ്ങനെ എന്തെല്ലാം ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ ഒരു കുട്ടി, ഒരു ഹ്യൂമൻ ബീയിങ് കടന്നു പോകുന്നുണ്ടോ, ആ ബ്രീത്ത് നിലയ്ക്കുന്നു, മരിച്ചു എന്നുള്ള അവസ്ഥ വരെ, അതുവരെയുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ ഡീൽ ചെയ്യുന്നതാണ് ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറയുന്നത്.
അപ്പോ ഈ സൈക്കോളജി നമ്മൾ ജനറൽ പറഞ്ഞു, സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ, സയന്റിഫിക് സ്റ്റഡി, വെറും സ്റ്റഡി അല്ല, സയന്റിഫിക് സ്റ്റഡി. സൈക്കോളജി ഡിഫറെന്റ് വിങ്സ്, ബ്രാഞ്ചസ് ഉണ്ട്, പലതരം രീതിയിലുള്ള റിസർച്ച്, അനാലിസിസ്. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് സൈക്കോളജി എന്നുള്ള ആ ഒരു ഏരിയയില് കുറെ കോഴ്സസ്, കുറെ സാധ്യതകൾ, ചാൻസ്, അവസരങ്ങൾ, ജോലിക്കാണെങ്കിലും ഒക്കെ കുറെ അവസരങ്ങൾ വരുന്നുണ്ട്. കാരണം ഹ്യൂമൻ ലൈഫ് അതുപോലെ സ്ട്രെസ്ഫുൾ ആകുവാണ്. ഇവരെ പോലുള്ളവരെ ആവശ്യമായിട്ടും വരുന്നുണ്ട് അല്ലെ. സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. ചില സൈക്കോളജിസ്റ്റുകൾ അത് കുറച്ചുകൂടെ ഒന്ന് ഫോർവേഡ്, ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ടുണ്ട്. അവര് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ മാത്രമല്ല, സയൻസ് ഓഫ് ബിഹേവിയറും കോഗ്നിറ്റീവ് പ്രോസസ്സും, നമ്മളുടെ ബുദ്ധിപരമായ ആ ഒരു വളർച്ച, കോഗ്നിറ്റീവ് പ്രോസസ്സുമായിട്ട് അതിന്റെ സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിക്കാണ് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അത് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിന്റെ ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിന്റെ ആപ്ലിക്കേഷനാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് സയൻസ് ആണ് അല്ലേ, കാരണം അത് പല ഫീൽഡിലും അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ്സ് എൻ അപ്ലൈഡ് സയൻസ്. പിന്നെ ആളുകൾ അതിനെ പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. പിന്നെ 19th സെഞ്ചുറി തുടങ്ങിയിട്ട്, സെക്കൻഡ് ഹാഫ് ഓഫ് 19th സെഞ്ചുറി തുടങ്ങിയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രോയിങ് പ്രോസസ്, അല്ലെങ്കിൽ ഗ്രോയിങ് സയൻസ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് പ്രോസസ്, ഡെവലപ്പിംഗ് സയൻസ് എന്നും പറയാം, അപ്ലൈഡ് സൈക്കോളജി എന്നും പറയാം. ഓക്കെ, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിനെ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയാം. കാരണം വെച്ചാൽ സൈക്കോളജിനെ അപ്ലൈ ചെയ്തിരിക്കുവാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സില്. എല്ലാ ടീച്ചേഴ്സും എഡ്യൂക്കേഷണൽ സൈക്കോളജി അവരുടെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായി പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളത് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ഉദ്ദേശം മുന്നിൽ വരുന്ന സോൾസിനെ നമുക്ക് മനസ്സിലാക്കണം. അവരുടെ ഫീലിങ്സ്, അവരുടെ തിങ്കിങ്, അവരുടെ ഇമോഷൻസ്, അവരുടെ ബിഹേവിയർ ചേഞ്ചസ്, ഇതെല്ലാം മനസ്സിലായി നമുക്ക് അവരെ ഡീൽ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Very recently, another wing of psychology has shown fast and dynamic progress, which is development psychology or lifespan psychology. It deals with the changes in behavior and cognitive process over the lifespan. Therefore, it is very much related to child psychology and education psychology. All are better to know. Psychology is concerned with the development and the behavior of children. The wings of psychology differentiate children from adults and deals with their behavior and development from the practical, systematic point of view. H.R. Schaffer. Pronunciation correct ആണോ മാം? ഷാഫർ. പേരിന്റെ പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിൽ ഞാനും വെരി ബാഡ് ആണ്. ഞാൻ ഷോഫർ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് വേ. ഓക്കെ. H.R. Schaffer has defined it as the scientific study of children's behavior and development. ഇപ്പൊ നമ്മള് ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലെ, ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച്. ലൈഫ് സ്പാൻ സൈക്കോളജി എന്നും അത് അറിയപ്പെടുന്നു. അത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും, അമ്മയുടെ ഗർഭപാത്രം തുടങ്ങിയിട്ട് ശവകുടീരം, ടോംബ് വരെയുള്ളത്, വോം ടു ടോംബ്, അതിന്റെ ആ ഡെവലപ്മെന്റ് സൈക്കോളജി ഡീൽ ചെയ്യുന്നത് ആ ഒരു ലൈഫ് സ്പാൻ ആണ്. അപ്പൊ നമ്മളുടെ ഫുൾ ജീവിതകാലം, അതാണ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് അതറിയപ്പെടുന്നത്. അപ്പൊ ചേഞ്ചസ് ഇൻ ബിഹേവിയറും കോഗ്നിറ്റീവ് പ്രോസസ്സും ഓവർ ദ ലൈഫ് സ്പാൻ, ആ എൻറ്റയർ ലൈഫ് സ്പാനിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നു. നമ്മുടെ ലൈഫ് തീരാറായി കഴിയുമ്പോൾ നമുക്ക് ഡിമെൻഷ്യ വന്നു, ഇറ്റ്സ് എ ബിഹേവിയർ ഇഷ്യൂ അല്ലെ, ഡിമെൻഷ്യ പ്രോബ്ലം വന്നു, അതിനെയും ഡീൽ ചെയ്യുന്നു. ഡെവലപ്മെന്റ് സൈക്കോളജി അതും ഡീൽ ചെയ്തു പോകുന്നുണ്ട്. മരിക്കുന്നത് വരെ ആ ഒരു ജീവൻ മനുഷ്യക്കുഞ്ഞായിട്ടായിട്ടില്ല, അതിനു മുമ്പ് ഒരു ചെറിയൊരു ജീവന്റെ തുടിപ്പായിട്ടൊരു ചെറിയൊരു മാംസകഷ്ണത്തിന്റെ തുടക്കം അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ തുടങ്ങിയിട്ട് ഇതിന്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഡെവലപ്മെന്റ് സൈക്കോളജി ഡീൽ ചെയ്യുന്നത് ആ മൊമെന്റ് തുടങ്ങി ബ്രീത്ത് അവസാനിച്ച് ജീവനില്ല എന്ന് പറയുന്നത് വരെ ഉള്ള ആ ഒരു കാലഘട്ടം, ആ ഒരു ലൈഫ് സ്പാൻ. അപ്പം എല്ലാ ടീച്ചേഴ്സും ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം, എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ചും അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് വെരി ഗുഡ്.
ഡെവലപ്മെന്റ് സൈക്കോളജി ലൈഫ് സ്പാൻ ആണ്. അല്ലാതെ ഞാൻ 3 to 6 ആ ഒരു ഏജ് സ്പാനിലെ കുട്ടികളെ മാത്രമാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് പഠിപ്പിക്കേണ്ടത് ആ ഒരു ഏജ് ആണ്. സോ എനിക്ക് ആ ഒരു ഏജിനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അത് ഒരു മൈൽ സ്റ്റോണിന്റെ ഫൗണ്ടേഷൻ വരുന്ന ഒരു ഏജ് ആണ് അത്. ആ സമയത്ത് അവരുടെ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആണ്. ഗ്രോത്തും ഡെവലപ്മെന്റും വളരെ ഫാസ്റ്റ് ആണ്. അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അവരുടെ ഇന്റലിജൻസ്, അവരുടെ വിൽ പവർ, അവരുടെ സെൽഫ് കൺസെപ്റ്റ്, അതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജ് സ്പാൻ ആണ് ഈ പ്രീ സ്കൂൾ ഏജ്, 3 to 6 years. ആ ഒരു ടൈമില് നമ്മളാണ് അവരുടെ കൂടെ ഉള്ളത്. അപ്പൊ അത്രത്തോളം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് ആലോചിച്ചു. നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നത് അനുസരിച്ചാണ് അവരുടെ ഡെവലപ്മെന്റ് പോകുന്നത്. സോ അത്ര റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതുകൊണ്ട് ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, കുട്ടികളുടെ ഡെവലപ്മെന്റും ബിഹേവിയറും അതാണ് ചൈൽഡ് സൈക്കോളജിയുടെ ആ ഒരു കൺസേൺ. നമ്മൾ പല സൈക്കോ അനാലിസ്റ്റുകളുടെയും ഒബ്സർവേഷൻ കണ്ടു. പിയാജറ്റ്, സിഗ്മണ്ട് ഫ്രോയിഡ്, എറിക് എറിക്സൺ, വൈഡോസ്കി, അങ്ങനെ കുറെ പേരുടെ ഒക്കെ കണ്ടു അല്ലെ. പിന്നെ മറിയ മോണ്ടിസോറിയുടെ നമ്മൾ ഇനിയിപ്പോ കാണാൻ പോകുന്നു. പിന്നെ മോണ്ടിസോറിക്ക് ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഇവരുടെ എല്ലാം ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, HR ഷോഫർ, അദ്ദേഹം ഒരു ജർമ്മൻ ബോൺ അമേരിക്കൻ ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഡെവലപ്മെന്റ് സൈക്കോളജിയിലാണ് റിസർച്ചും അനാലിസിസും നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെറും സൈക്കോളജിസ്റ്റ് എന്നല്ല വിളിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. അദ്ദേഹം ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ചൈൽഡ് സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. ഞാൻ ജസ്റ്റ് ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാം. അതിന്റെ കണ്ടന്റ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ നന്നായിരുന്നു. BEdകാർക്ക് അത് ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മള് ഒരു ഹ്യൂമൺ എന്ന നിലയിൽ നമുക്കറിയാം, നമ്മൾ നമ്മുടെ ലൈഫ് സ്പാനിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുവാണ് അല്ലെ. പല രീതിയിൽ ഫിസിക്കൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് എല്ലാം നമ്മളുടെ ഡെവലപ്മെന്റിന്, ഗ്രോത്തിന് അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം, ചില ചേഞ്ചസ് എല്ലാം നോർമൽ ആണ്, എക്സ്പെക്റ്റഡ് ആണ്. നമുക്കറിയാം എത്ര പ്രായമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുന്ന ഈ ഒരു പ്രായമാകുമ്പോൾ ലാംഗ്വേജ് അവരിൽ കറക്റ്റ് ആവുന്നു. അതൊക്കെ നോർമൽ ആൻഡ് എക്സ്പെക്റ്റഡ് തന്നെയാണ്. ബട്ട് പലപ്പോഴും ചില രീതിയിലുള്ള ചേഞ്ചസ്, ബിഹേവിയറൽ ചേഞ്ചസ് വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ചേഞ്ച്, അതിനെ ഡീല് ചെയ്യാനായിട്ട് ഈ ഡെവലപ്മെന്റൽ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ചില ഇഷ്യൂസ്, അതായത് ഇപ്പോൾ ചൈൽഡ്ഹുഡില് കുട്ടിയുടെ ലാംഗ്വേജ് കറക്റ്റ് ആകാതിരിക്കുക, പിന്നെ മൂവ്മെന്റ്, എത്ര പ്രായമായിട്ട് മൂവ്മെന്റ് ശരിയാകാതിരിക്കുക, പിന്നെ ഇമോഷണൽ, അങ്ങനെ ആ ഒരു ഓരോ ഡെവലപ്മെന്റിലും ഓരോ ഇഷ്യൂസ് കുട്ടിക്ക് ഉണ്ടാകുന്ന അതെല്ലാം ഡീൽ ചെയ്യുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. ഡെവലപ്മെന്റൽ സൈക്കോളജി ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടിക്ക് വരിക, കാരണം അതൊക്കെ ഡെവലപ്മെന്റൽ ചലഞ്ചസിൽ വരുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി. പിന്നെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. കൾച്ചർ ഓൾസോ ഇൻഫ്ലുവൻസസ് ചൈൽഡ് ഡെവലപ്മെന്റ്. തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, ഭയങ്കര എന്താ പറയാ, ഫിനാൻഷ്യലി ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് UKG പഠിക്കുന്ന ഒരു മോനുണ്ട്, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്. അബ്യൂസീവ് വേർഡ്സ് എവിടെ നിന്നാ കുട്ടികൾക്ക് കിട്ടുന്നുള്ള അറിയില്ല. നമ്മൾക്ക് ആദ്യമായിട്ട് ഇപ്പൊ ചിലതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കാരണം വഴക്കിടുമ്പോൾ കുട്ടികൾ തമ്മിൽ പറയണതും കുട്ടി പാരന്റിനെ വിളിക്കുന്നതും അത് പറയാ ഗ്രാൻഡ് പാരന്റ്സിനെ വിളിക്കുന്നതും നമുക്ക് തന്നെ ഈ കുട്ടി ഇങ്ങനെ പറയൂ, അങ്ങനെ ഒരു തോട്ടം നമുക്ക് വരും. അതുപോലെ ചില സോഷ്യൽ ഇൻഫ്ലുവൻസസ് ആയിരിക്കും, കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ആയിരിക്കും. TV-യിൽ നിന്നോ എന്തെങ്കിലും പ്രോഗ്രാമിൽ നിന്നോ ഒക്കെ കേൾക്കുന്നതായിരിക്കാം. അല്ലാതെ ഒരു കൊച്ചു കുട്ടിയുടെ വായില് ആ വാക്കുകൾ എവിടെ നിന്ന്, അത് ആ ടോണിലാ പറയുന്നത്, ആ ദേഷ്യത്തില് പറയുന്നത് കേൾക്കുമ്പോൾ
അങ്ങനെ സോഷ്യൽ ഇതും കൾച്ചറൽ ചേഞ്ചസും എല്ലാം ഇവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം ഡെവലപ്മെന്റൽ സൈക്കോളജി ഡീല് ചെയ്യുന്ന പല തിയറീസ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓൾറെഡി പറഞ്ഞിരുന്നു, ജീൻ പിയാജറ്റിന്റെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെ. 4 സ്റ്റേജസ് ആയിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ്, കുട്ടികൾ പോകുന്ന അവർ ഡെവലപ്പ് ചെയ്ത് പോകുന്ന 4 സ്റ്റേജസ് ആയിട്ട് ജീൻ പിയാജറ്റ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്മെന്റ് അല്ലെ, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഒരു അറ്റാച്ച്മെന്റ്, അവരുടെ കെയർ ഗിവേഴ്സിനോടുള്ള അറ്റാച്ച്മെന്റ്, ചില ടീച്ചർമാരോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. നമ്മളും വളരെ വലുതായിട്ട് നമ്മളെ പ്രീ സ്കൂളിൽ അല്ലെങ്കിൽ നേഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചർ ഭയങ്കര ഓർമ്മയായിരിക്കും അല്ലെ. ഞാനിപ്പോ ഇത്രയും 50 ആവാറായി എന്നെ പഠിപ്പിച്ച ടീച്ചർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മിക്ക ദിവസവും ഓർക്കുന്ന എന്റെ മനസ്സിൽ വരുന്ന ഒരു രൂപമാണ് ടീച്ചറുടെ അറ്റാച്ച്മെന്റ് അല്ലെ. അത് ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ഒരു ഫാക്ടറാണ്. കുട്ടിയുടെ റിലേഷൻഷിപ്പ് വിത്ത് ദ കെയർ ഗിവേഴ്സ് അത് അവരുടെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആ കെയർ ഗിവറുടെ ബിഹേവിയർ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് പേഴ്സണാലിറ്റി. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു സൈക്കോസെക്ഷൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതൊരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കാരണമാകുന്നത്. അത് മോശമായ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അതുപോലെ തന്നെ കുട്ടിയുടെ പേഴ്സണാലിറ്റി താഴേക്ക് പോകും. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റും വിറ്റോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ് സ്റ്റേജസും എല്ലാം നമ്മൾ പോയി കാര്യം. ഓക്കെ ഫൈൻ. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, നമ്മളുടെ എൻറ്റയർ ലൈഫ് സ്പാനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് സൈക്കോളജി പറയുന്നത്. ഓക്കെ, ഇനി ടീച്ചേഴ്സും സൈക്കോളജിയും അതെന്താണെന്നുള്ളതാണ് നെക്സ്റ്റ്. ടീച്ചേഴ്സും സൈക്കോളജി തമ്മിലുള്ള ഒരു കണക്ഷൻ. അത് ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചാൽ മതി. Teachers psychology, in simple terms, is the modification of behavior of children in a controlled environment to shape the behavior of the subject and bring positive changes. It is necessary to study the science of behavior. All teachers have to understand the children with whom they interact. ഇത്ര മതിയോ മിസ്സേ? വായിച്ചോളൂ ബാക്കി ആ ഫുൾ പാരഗ്രാഫ്. It is necessary that they should know how they think, how they react to their environment, the strength and weakness of their personality, etc. At the same time, a teacher has strengths and weakness of their personality, etc. At the same time, a teacher has to know that two individuals are not similar and they have several different aspects. Every individual is unique in nature. At the same time, when the individuals come together, the nature of their behavior changes. As the teacher is very often expected to deal with a group of students, it has to know the psychology of the group as well as the psychology of the individuals in the group and the influence of the group of individual. The teacher must have awareness about the psycho-cultural program also. മതി. ഓക്കെ, സോ നമ്മള് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി എന്താണ്, നമ്മൾക്ക് ടീച്ചേഴ്സിന് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു സബ്ജക്റ്റ് പഠിച്ച് പാസ്സായി ഒരു ജോബ് സെറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ളത് മാത്രമല്ല, അത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയറിന്റെ മോഡിഫിക്കേഷൻ ആണ്. വൺ സെൽഫ്, നമ്മളെ തന്നെ തിരിച്ചറിയുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാൻ വേണ്ടി സാർ അത് തന്നെയാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വൽ, ആ സെൽഫ്, നമ്മളുടെ സെൽഫിനെ നമ്മൾ തിരിച്ചറിയുന്നതായിരിക്കണം.
എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുറെ പ്രോഡക്ട്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ്, അങ്ങനെ കുറെ പ്രോഡക്ട്സിനെ ഇറക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പോലെയായി പോരുത് എഡ്യൂക്കേഷൻ സിസ്റ്റം. പ്രോഡക്ട്സ് ആവണം, പക്ഷെ എങ്ങനെയുള്ള പ്രോഡക്ട്സ്? സൊസൈറ്റിക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളവരെ, അതായത് അവര് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നോളജ് അക്വയർ ചെയ്ത് ആ നോളജ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയണം. അവർക്ക് കിട്ടിയ നോളജും സ്കില്ലും മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ, സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരിൽ ലവ് ഉണ്ടാവും, കെയർ ഉണ്ടാവും, കമ്പാഷൻ ഉണ്ടാവും, എംപതി ഉണ്ടാവും, ആളുകളോട് റെസ്പെക്ട് ഉണ്ടാകും, സ്നേഹം, കരുതൽ എല്ലാം ഉണ്ടാകും. അല്ലാതെ കുറെ കാശ് ഉണ്ടാക്കണം, അതിനു വേണ്ടി ഒരു കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് സെറ്റിൽ ആവണം, ആ ഒരു ചിന്തയല്ല. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്. പ്രൊഡക്റ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളജ്, സ്കില്ലുള്ള ആള് എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടിയ നോളജ്, സ്കില്ല് അതെല്ലാം അവര് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ, ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ അവർക്ക് അറിയണം. ഇപ്പം സയൻസ് കുറെ പഠിച്ചിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോകുന്ന പോലെ ആയി പോകരുത്. അപ്പൊ അത് സമൂഹത്തിന് സോഷ്യൽ നീഡ്സിന്റെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മറ്റു ആളുകളോട് ലവ്, കെയർ, കൺസേൺ, എംപതി, ആ ഒരു കമ്പാഷൻ, അതെല്ലാം അവർക്ക് ഉള്ള ഒരു അങ്ങനെ കുറെ പോസിറ്റീവ് വാല്യൂസ്, ഇതെല്ലാമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടികളെ ഒരു പ്രത്യേകമായ എൻവയോൺമെന്റില് കുട്ടികളെ അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യണം. അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്ത് അവർക്ക് പോസിറ്റീവ് ചേഞ്ചസ് അവരിലുണ്ടാകും. അങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് എന്താണ്, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനുള്ള പൊട്ടൻഷ്യൽ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഈ സൈക്കോളജിയുടെ ആവശ്യം. സൈക്കോളജി എന്താണ്? സയൻസ് ഓഫ് സ്റ്റഡി ഡീൽസ് വിത്ത് ദി സയൻസ് ഓഫ് ബിഹേവിയർ, അല്ലെ? അതുകൊണ്ടാണ് സൈക്കോളജി, ടീച്ചേഴ്സും സൈക്കോളജിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ വരും. അപ്പോൾ ടീച്ചർമാർക്ക് മനസ്സിലാകണം മുന്നിൽ വരുന്ന കുട്ടി, അവർ ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടി എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അവരുടെ ബിഹേവിയർ മനസ്സിലാക്കണം, അവരുടെ തോട്ട് പ്രോസസ് പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത് അവരുടെ എൻവയോൺമെന്റുമായിട്ട്, സറൗണ്ടിങ്സുമായിട്ട്, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം ഒരു ടീച്ചർക്ക് മനസ്സിലാകും. ടീച്ചറിന്റെ മുന്നിൽ ഒരു കുട്ടിയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണല്ലേ. ഓരോ കുട്ടിയും യുണീക്ക് ആണ്, പ്രത്യേകതയുള്ളവരാണ്, ആരും സിമിലർ അല്ല. അപ്പൊ അത് മനസ്സിലാക്കണം. കുട്ടികളുടെ ബിഹേവിയർ, ഞാൻ പറഞ്ഞു എന്റെ ബിഹേവിയർ ഇവിടെ വരുമ്പോ ഒരു രീതി, എന്റെ കുട്ടികളുടെ അടുത്ത് വേറെ രീതി, ഞാൻ പുറത്തൊരിടത്തൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ വേറെ രീതി. ഓക്കെ, എന്റെ തൊട്ട് മുകളിലുള്ള മാം സാറൊക്കെ വരുമ്പോൾ അവരോട് ഉള്ള ബിഹേവിയർ, എന്റെ കൊളീഗ്സിനോടുള്ള ബിഹേവിയർ, എന്റെ ഫ്രണ്ട്സിനോട്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരും, അല്ലെ? അങ്ങനെ ഏതൊക്കെ സിറ്റുവേഷനിലാണോ ഇവരുടെ ബിഹേവിയർ, അതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റും. അപ്പൊ ഗ്രൂപ്പിലെ ബിഹേവിയർ മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പറയില്ലേ നമ്മൾ പറയില്ലേ, ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയ ഭയങ്കര ഒരു വൈബാണ്, നമുക്കൊരു എനർജി ഫീൽ ചെയ്യാം. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് അത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റണം. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകും, ഒറ്റയ്ക്കാവുമ്പോൾ ഇൻഡിവിജ്വലിന് വേറൊരു ബിഹേവിയർ. അപ്പൊ ടീച്ചർ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോഴുള്ള ബിഹേവിയറും ഗ്രൂപ്പിലുള്ള ബിഹേവിയറും കുട്ടികളുടെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതിന് ടീച്ചർക്ക് ആ സയൻസ് ഓഫ് ബിഹേവിയർ മനസ്സിലാക്കണം, ദാറ്റ് ഇസ് ആ സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിയും ഗ്രൂപ്പിന്റെ സൈക്കോളജിയും മനസ്സിലാക്കാനായിട്ട് ടീച്ചർക്ക് പറ്റണം. അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഒരു സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാക്കും. ഒരു ഫോർ എക്സാമ്പിൾ ഓണം സെലിബ്രേഷൻ, ടീച്ചർക്ക് മനസ്സിലാവും കുറെ ഗ്രൂപ്പ് കുട്ടികള് പൂക്കളം എങ്ങനെ ഇടണം എന്നുള്ള ഐഡിയ കൊടുക്കുന്നവരോ വരയ്ക്കുന്നവരോ ആയിരിക്കും. പൂക്കളം നല്ലപോലെ ഇടാനായിട്ട് കുറെ പേർക്ക് പറ്റും. ആ പൂക്കൾ റെഡിയാക്കി കൊടുക്കാൻ ഒരു ഗ്രൂപ്പിന് പറ്റും. അപ്പൊ ടീച്ചർക്ക് അതിനനുസരിച്ച് കുട്ടികളെ അസൈൻ ചെയ്യും. കുട്ടികളും തന്നെ മുന്നോട്ട് വരും. ടീച്ചറുമായിട്ട് അവർക്കൊരു പോസിറ്റീവ് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ഞാൻ ചെയ്യാം, ഞാനിത് ചെയ്യാന്ന് പറഞ്ഞ ഓരോ ഗ്രൂപ്പ് റെഡിയാകും. അപ്പൊ അങ്ങനെ ഉള്ള സോഷ്യോ കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുമ്പോഴേക്കും ആ ഒരു അവയർനെസ്സും ടീച്ചർക്ക് വരുന്നു. ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങള് ഇതിന്റെ ലിങ്ക്സ് ഞാനിപ്പോ ഷെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ലിങ്കും
2 ലിങ്ക് ഉണ്ട്, വായിച്ചു നോക്കൂ. അതും ഞാനിന്ന് അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും കിട്ടും കേട്ടോ. ഞാൻ തന്നതിനേക്കാളും ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും കുട്ടികളുടെ രീതികൾ. ഓക്കെ, ഈ സൈക്കോളജിയുടെ ഒപ്പം തന്നെ ആ ഡെവലപ്മെന്റ് സ്റ്റേജസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളൊന്ന് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ മാം, റെക്കോർഡ് എഴുതുന്നതിന്റെ PDF ഗ്രൂപ്പിൽ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടില്ല. അത് ഷെയർ ചെയ്തിട്ടില്ല നിങ്ങൾ? ഓക്കെ പറയാം. Sign in, ma'am. Thank you, Jisha ma'am, for conducting today's class. So very interesting and informative. Your efforts and participation are truly appreciated. Thank you, Jisha ma'am. Thank you all. Thank you, ma'am.